ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലുള്ള തൂമാനം വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വടക്കാഞ്ചേരി ഓട്ടുപാറ കഴിഞ്ഞ് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് ശേഷം റൈറ്റിലേക്ക് വരുന്ന ഈ ഒരു വഴിയാണ് കേട്ടോ. ഫൈനലി നമ്മൾ തൂമാനം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ബസ് സർവീസ് ഒന്നും ഇല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഒരു ഹിഡൻ സ്പോട്ട് ആണെങ്കിൽ പോലും ആൾക്കാരുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു വ്യൂ ഇങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം കേട്ടോ വെള്ളച്ചാട്ടം കാണാനായിട്ട്. അപ്പോൾ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മുന്നറിയിപ്പിൻ്റെ ബോർഡൊക്കെ കാണാനായിട്ട് സാധിക്കും കേട്ടോ. ആ ഒരു ഏരിയ വൃത്തികേടാക്കരുത്, മാലിന്യങ്ങളൊന്നും ഇടരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡാണ് കേട്ടോ. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം. മഴക്കാലം ആകുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ താഴേക്ക് ഇറങ്ങാനായിട്ട്. കാരണം ഇവിടെ പാറപ്രദേശമാണ്, വഴുക്കി വീഴാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളും പ്രായമായവരൊക്കെ കൊണ്ടുവരുമ്പോൾ നന്നായി സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ അവിടെ നടക്കാനായിട്ട്. ഇനി നമുക്ക് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ താഴെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് എൻജോയ് ചെയ്തതിന് ശേഷം ഇനി മുകളിലേക്ക് കയറി പോവാണ് കേട്ടോ. ഇനി മുകളിൽ പോയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നിങ്ങൾക്ക് കാട്ടിത്തരാം കേട്ടോ. ഇവിടെ തൂമാനം ഹട്ട്സിൻ്റെ ഹോം സ്റ്റേ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ പോയ സമയത്ത് ആ ഒരു ഏരിയയിൽ കടകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കൈ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാറയിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു. സംഭവം അവിടെ ആ ഒരു സ്പോട്ട് മാത്രമാണ് കേട്ടോ കാണാനുള്ളത്. ആ ഒരു വെള്ളച്ചാട്ടം മാത്രമാണ്, എന്നാൽ പോലും നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരുമ്പോൾ നമ്മൾ വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഇവിടെ നമുക്ക് കുളിക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അധികം വെള്ളം ഓവറായിട്ടൊന്നുമില്ല, നമുക്ക് നിൽക്കാവുന്ന അത്ര വെള്ളം തന്നെയുള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ എത്തിയതിന് ശേഷം ആൾക്കാരുകളൊക്കെ വന്ന് വെള്ളത്തിലിറങ്ങി കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ എക്സ്ട്രാ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവരാത്ത കാരണം കൊണ്ടാണ് വെള്ളത്തിലിറങ്ങി കുളിക്കാണ്ടിരുന്നത്. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അതിഥി അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കും ഫുഡൊക്കെ കൊടുത്തു.
അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. നല്ലൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങോട്ട് പോയി സ്ഥലമൊക്കെ കണ്ടുവരിക. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.